നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. മലതാങ്ങി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മിനിസ്പെർമേസിയെ സസ്യ കുടുംബത്തിൽപ്പെട്ട ഡിപ്ലോക്ലിസിയ എന്ന ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് മലതാങ്ങി. പണ്ടുകാലം മുതൽ തന്നെ ഔഷധമായി ഉപയോഗിച്ചിരുന്ന സസ്യമാണിത്. സിസാംപെലോസ് പെരേര എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യമാണ് തെക്കൻ കേരളത്തിൽ മലതാങ്ങിയായിട്ട് അറിയപ്പെടുന്നത്. ഇതിന് കട്ടക്കൊടി, കർണക്കൊടി, പട്ടുവള്ളി എന്നീ പേരുകളും ഉണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ പ്രതിപാദിക്കുന്നത് ഡിപ്ലോക്ലിസിയ ഗ്ലോസസെൻസ് എന്ന സസ്യത്തെയാണ്. ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന സസ്യമാണ് ഡിപ്ലോക്ലിസിയ ഗ്ലോസസെൻസ്. ഈ സസ്യത്തെയാണ് പൊതുവെ മലതാങ്ങിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇരട്ട എന്നർത്ഥമുള്ള ഡിപ്ലൂസ് എന്ന ഗ്രീക്ക് പദമാണ് ജനുസ് നാമത്തിന് ആധാരം. ഇത് അണ്ഡാശയത്തിലെ രണ്ട് അറകളെ സൂചിപ്പിക്കുന്നതാണ്. നീലിച്ച ചാരനിറത്തെ സൂചിപ്പിക്കുന്ന പദമാണ് സ്പീഷീസ് പേരായി നൽകിയിട്ടുള്ളത്. മലയാളത്തിൽ ഇതിനെ മലതാങ്ങി, തീവിഴുങ്ങി, നച്ചതം, മുലതാങ്ങി, വട്ടവള്ളി, വട്ടുവള്ളി, വട്ടോളി, വട്ടവല്ലി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. മുലകൾ താഴ്ന്നു തൂങ്ങിപ്പോകുന്നതിന് പ്രതിവിധിയായി മുലതാങ്ങി നിർത്തുന്നതിനാൽ അതിനുവേണ്ടി ഇലകൾ ഉപയോഗിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇതിന് മുലതാങ്ങി എന്ന് പേരുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. മലമടക്കുകളിലും പാറക്കെട്ടുകളിലും കണ്ടുവരുന്നതുകൊണ്ടാകാം ഇതിനെ മലതാങ്ങി എന്ന് പേരുണ്ടായത്. വട്ടത്തിലുള്ള ഇലകൾ ഉള്ളതിനാലാണ് ഇതിനെ വട്ടവള്ളി എന്നറിയപ്പെടുന്നത്. വട്ടവള്ളിയുടെ നാമഭേദമാണ് വട്ടോളി എന്ന പേര്. ഇംഗ്ലീഷിൽ ഇതിനെ ഗ്ലോക്കസ് ഡിപ്ലോസിലിസിയ എന്നാണ് വിളിക്കുക. തമിഴിൽ ഇതിനെ കൊട്ടച്ചാച്ചി എന്ന് വിളിക്കാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇൻഡോ മലേഷ്യൻ മേഖലകളിലും ചൈനയിലും കാണപ്പെടുന്ന ചിരസ്ഥായിയായ ഉറപ്പുള്ള ഒരു വള്ളിച്ചെടിയാണ് ഇത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും മലതാങ്ങി വളരുന്നുണ്ട്. കൂടാതെ ഇടനാടൻ ചെങ്കൽ കുന്നുകളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ചെങ്കൽ കുന്നുകളിലെ പാറയിടുക്കുകളിലാണ് ഈ സസ്യം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിൻ്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. നാഗശലഭം, നിശാശലഭം എന്നൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്ന സ്നേക്ക് വൈൻ മോത്ത് എന്ന നിശാശലഭത്തിൻ്റെ ലാർവകളുടെ ആഹാര സസ്യം കൂടിയാണിത്. വടക്കൻ കേരളത്തിലെ ചെങ്കൽ കുന്നുകളുടെ നാശം ഒരു പരിധിവരെ മലതാങ്ങിയുടെ നാശത്തിനും കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ രൂപവിവരണം നോക്കാം. മലയിടുക്കുകളിൽ വള്ളിയായി കാണപ്പെടുന്ന മനോഹരമായൊരു ചെടിയാണിത്. മലതാങ്ങി മരങ്ങളിൽ കയറി വളരാറുണ്ട്. ഇതൊരു വലിയ വള്ളിച്ചെടിയാണ്. ഹൃദയാകാരമുള്ള ഇലകൾ ഏകാന്തരക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഇലകൾക്ക് 6 തുടങ്ങി 8 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും. ഇലഞ്ഞെട്ടിന് 1.5 സെൻറ്റിമീറ്റർ തുടങ്ങി 3 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഇലയുടെ ഉപരിതലം ഇരുണ്ട പച്ച നിറത്തിലും അടിഭാഗം ചാരനിറത്തോടു കൂടിയതുമാണ്. ഇലകൾക്ക് തീരെ പശയില്ലാത്തതാണ്, അത് ജലാംശം കുറവായിരിക്കും. ഇളം തളിരുകൾക്ക് നേരിയ ചുവപ്പ് നിറവും മറ്റു ഇലകൾക്കും വള്ളികൾക്കും പച്ച നിറവുമായിരിക്കും ഉണ്ടാകുക. തീർത്തും ജലരഹിതമായതുകൊണ്ട് തന്നെ ഇലകൾ പൊടിച്ചാൽ പൊടിയുന്ന ഒരു ഉണക്കയില കൈകാര്യം ചെയ്യുന്ന പോലെയായിരിക്കും ഇത് വരിക. ജനുവരി മാർച്ച് മാസങ്ങളിലാണ് പൂക്കുന്നത്. തണ്ടിൽ നിന്നാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. മഞ്ഞ നിറമുള്ള ചെറിയ പൂക്കൾക്ക് 6 ദളങ്ങളും 6 വിതളങ്ങളും ഉണ്ടാകാറുണ്ട്. ദളങ്ങൾക്ക് 2 മില്ലിമീറ്റർ മാത്രമേ നീളമുള്ളൂ. വിതളങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാകും. കേസരങ്ങൾ 6 എണ്ണം ഉണ്ടാകും. അല്പം പരന്ന ഫലങ്ങളാണ്. ഇളം ചാരനിറമാണ് ഫലങ്ങൾക്ക്. പഴുക്കുന്നതോടുകൂടി ചുവപ്പും പിന്നീട് കറുത്ത നിറവുമായി തീരും. നാഗപടത്താലിയുടെ ആകൃതിയിലുള്ള ഒരു വിത്ത് മാത്രമേ ഫലത്തിനുള്ളിൽ കാണൂ. ഏറെ പ്രായമുള്ള മലതാങ്ങി വള്ളികളിൽ ആയിരക്കണക്കിന് കായ്കൾ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പൊതു ഉപയോഗങ്ങളെ നോക്കാം. കായ അരച്ച് കുഴമ്പാക്കി മീൻ പിടിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. വള്ളിയും ഇലകളും ചുരുട്ടി തലയിൽ വെച്ച് ചുമടുകൾ എടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. മലതാങ്ങിയുടെ വള്ളി കൊണ്ട് തിരികെ ഉണ്ടാക്കി തലയിൽ വെച്ച് ഒരു മലയെ തന്നെ പൂ പോലെ ചുവന്നു കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പഴയകാലത്ത് ചിലർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് മലതാങ്ങി എന്ന പേര് സിദ്ധിച്ചത് എന്നും പറയപ്പെടുന്നു. മലതാങ്ങിയുടെ വേരും ഈശ്വരമുല്ലയുടെ വേരും ഏലസിൽ ഇട്ട് ധരിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങൾ പത്തി താഴ്ത്തുമെന്നാണ് വിശ്വാസം. ഔഷധ മൂല്യത്തെ നോക്കാം. മലതാങ്ങിയുടെ സമൂല ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. പണ്ട് നാട്ടുവൈദ്യന്മാർ മലതാങ്ങിയെ പ്രസവരക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്നു. വാജീകരണ ശക്തി, മുലപ്പാൽ എന്നിവ വർദ്ധിക്കുന്നതാണ്. കഫ വാതവികാരങ്ങളും വിഷവും ശമിപ്പിക്കുന്നതാണ്.
കുഷ്ഠം, ചൊറി, ചിരങ്ങ്, ഛർദി, ഹൃദ്രോഗം, ജ്വരം, അതിസാരം, ഉദരശൂല എന്നിവയ്ക്ക് ഉത്തമമാണ്. തീർത്തും ജലരഹിതമായതുകൊണ്ട് ഇല വാട്ടിപ്പിഴിഞ്ഞാണ് തൈലത്തിൽ ചേർക്കുന്നത്. ഈ തൈലമാകട്ടെ പുറമേ പുരട്ടാനും അകത്ത് കഴിക്കാനും ഉത്തമമാണ്. ഇലകൾ മാത്രമല്ല തളിർഭാഗം അരച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വേരാകട്ടെ തൈലമുണ്ടാക്കാനുള്ള കൽക്കത്തിന് ഉത്തമമാണ്. ശരീരപുഷ്ടിക്കും മലതാങ്ങിയുടെ വേര് ചേർത്തുണ്ടാക്കുന്ന ലേഹ്യവും ഇലകളിൽ നിന്നുള്ള എണ്ണയുമൊക്കെ പ്രയോജനപ്രദമാണ്. ശരീരത്തിന് ബലവും പുഷ്ടിയും ഉണ്ടാക്കുന്നതിന് നാടൻ ചികിത്സയിൽ മലതാങ്ങി കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇല അരച്ച് മരുന്ന് കഞ്ഞിയിൽ ചേർക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. ചെടി സമൂലം ഇഞ്ചിയുമായി ചേർത്ത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ കാലിലെ മുള, അതായത് ആണി രോഗത്തിന് ശമനമുണ്ടാകും. 2. കായ ഉണക്കി കുഴമ്പാക്കി തലയിൽ തേച്ച് കഴിഞ്ഞാൽ പേൻശല്യം ഇല്ലാതാകും. 3. വേര് മഞ്ഞളുമായിട്ട് ചേർത്ത് അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ കാൽമുട്ടിലുണ്ടാകുന്ന വേദനയും നീരുമൊക്കെ ശമിപ്പിക്കുന്നതാണ്. 4. പച്ചമഞ്ഞൾ, കഴഞ്ചിക്കുരുപ്പൻ്റെ പരിപ്പ്, മുരിങ്ങാത്തൊലി, കളിയടയ്ക്ക ഇവ സമം മുട്ടവെള്ളയിൽ അരച്ച് തേനിൽ ചാലിച്ച് ഹെർണിയിൽ തേച്ച ശേഷം മലതാങ്ങിയുടെ ഇല ഹെർണിയിൽ വെച്ച് കമുകിൻ്റെ കൂമ്പാള കൊണ്ട് കെട്ടുക. കൂമ്പാളയ്ക്ക് നീളം തികഞ്ഞില്ലെങ്കിൽ മലതാങ്ങി ഇലയ്ക്ക് മീതെ കൂമ്പാള വെച്ചിട്ട് തുണി കൊണ്ട് വട്ടം കെട്ടുക. ഇങ്ങനെ ദിവസം 2 നേരം 15 ദിവസം തുടർച്ചയായി ചെയ്താൽ ഹെർണിയ പൂർണ്ണമായും ഭേദപ്പെടും. കുട്ടികൾക്കാണെങ്കിൽ 15 ദിവസം വേണ്ട, 7 ദിവസത്തെ ചികിത്സ മതിയാവും. 5. മലതാങ്ങിയുടെ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് അത് കാടിയിലരച്ച് പ്രസവം വൈകുന്ന സ്ത്രീയുടെ നാഭിയിലും യോനി പ്രദേശത്തും തേച്ച് കഴിഞ്ഞാൽ പ്രസവം ഉടനെ സംഭവിക്കും. 6. മലതാങ്ങിയുടെ ഇല അരച്ച് ത്വക്ക് രോഗമുള്ള ഭാഗത്ത് മരോട്ടി എണ്ണയിൽ ചാലിച്ച് തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലും വ്രണങ്ങളും ഒക്കെ പെട്ടെന്ന് ഭേദമാകും. 7. മലതാങ്ങിയുടെ കിഴങ്ങ്, ഞെരിഞ്ഞിൽ, ചന്ദനം, തഴുതാമ വേര്, വയൽച്ചുള്ളി, ചെറുള ഇവ ഓരോന്നും 10 ഗ്രാം വീതം 1.5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 400 മില്ലിയാക്കി വറ്റിച്ച് 100 മില്ലി വീതം ദിവസം 2 നേരം വെച്ച് സേവിച്ചാൽ 2 ആഴ്ച കൊണ്ട് മൂത്രസംബന്ധമായ രോഗങ്ങളും വൃക്കരോഗങ്ങളും ശമിക്കും. വൃക്കരോഗികൾ ക്രിയാറ്റിൻ്റെ അളവ് ക്രമപ്പെടും വരെ ഇത് സേവിക്കേണ്ടതാണ്. 8. മലതാങ്ങിയുടെ കിഴങ്ങ്, കുവളത്തിൻ്റെ വേര്, ആവലിൻ്റെ തൊലി, ചുക്ക് ഇവ ഓരോന്നും 20 ഗ്രാം വീതം 1.5 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 400 മില്ലിയാക്കി വറ്റിച്ച് 100 മില്ലി വീതം 10 തുള്ളി അവണക്കെണ്ണ മേമ്പൊടി ചേർത്ത് ദിവസം 2 നേരം വീതം 4 ദിവസം സേവിച്ചാൽ അർശസ് പൂർണ്ണമായും ഭേദപ്പെടും. 9. വ്രണം, നാഡീവ്രണം, ചിരങ്ങ് എന്നിവയ്ക്ക് മലതാങ്ങി സമൂലമരച്ച് പൂച്ചിടുകയാണെങ്കിൽ ശമനമുണ്ടാകും. 10. പ്രസവാനന്തരം മലതാങ്ങിയുടെ ഇല അരച്ച് കരിപ്പട്ടിയും അരിമാവും ചേർത്ത് കുറുക്കായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ജ്വരം, ചൊറി എന്നിവ മാറുകയും രക്തശുദ്ധി ഉണ്ടാവുകയും മുലപ്പാൽ വർദ്ധിക്കുകയും ചെയ്യും. 11. മലതാങ്ങിയുടെ വേര് 50 ഗ്രാം, ഞെരിഞ്ഞിൽ 50 ഗ്രാം, ചന്ദനം എന്നിവ ചേർത്ത് 400 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 100 മില്ലിയാക്കി അരിച്ച് 25 മില്ലി വീതം 2 നേരം കഴിച്ചാൽ മൂത്രസംബന്ധവും വൃക്കസംബന്ധവുമായ രോഗങ്ങൾ മാറിക്കിട്ടും. 12. തുണി മലതാങ്ങിയുടെ തൈലത്തിൽ മുക്കി കെട്ടിക്കഴിഞ്ഞാൽ അസ്ഥിഭംഗം ഉള്ള ഭാഗത്തെ വേദന പൂർണ്ണമായി ശമിക്കുകയും നീര് കുറയുകയും ചെയ്യും. 13. വയറുവേദനയ്ക്കും ശരീരവേദനയ്ക്കും മലതാങ്ങിയുടെ തൈലം അകത്ത് കഴിക്കുന്നത് നല്ലതാണ്. അകത്ത് കഴിക്കുമ്പോൾ അതിന് സമം പശുവിൻ നെയ്യിൽ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. ചരിത്ര ഭാഗങ്ങളെ നോക്കാം. വട്ടവള്ളിയുടെ നാമഭേദമായ വട്ടോളി എന്ന പേര് വടക്കൻ കേരളത്തിലുണ്ട്. പയ്യന്നൂരിനടുത്ത് വട്ടോളിക്കുന്ന് എന്നറിയപ്പെടുന്ന ഒരു കുന്നുണ്ടായിരുന്നു. അടുത്ത കാലത്തായി അത് ഇടിച്ച് ഏറെക്കുറെ നിരപ്പാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലുള്ള വട്ടോളി എന്ന നാട് ഈ സസ്യത്തിൻ്റെ പേരിലാണ്. ചിലരുടെ വീട്ടുപേരും ഈ വട്ടോളി എന്ന് വരാറുണ്ട്. അതും ഈ സസ്യത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് കരുതപ്പെടുന്നത്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. 1688 പ്രസിദ്ധീകരിച്ച ഹോർത്തുസ് മലബാറിക്കൂസ് എന്ന ലാറ്റിൻ ഗ്രന്ഥത്തിൻ്റെ 7-11 വാല്യങ്ങളിൽ മലതാങ്ങിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞ ഔഷധപ്രയോഗങ്ങൾ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഉപയോഗിക്കുമ്പോൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ഉപയോഗിക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.